നല്ല വെയിൽ. എന്താ 4 ടയർ വണ്ടിയുടെ ടയർ മാറ്റി 4 ചെടി വെക്കാൻ പാകത്തിന് കട്ട് ചെയ്തെടുക്കണത്. ഇപ്പോൾ ടയർ മുറിക്കാൻ പോകണം കേട്ടോ. 2 ഞാൻ മുറിച്ചു, ഇനി 4 ഉണ്ടായിരുന്നു, ഇനി 2 കൂടെ മുറിക്കാനുണ്ട്. 2 ഇതാ ഈ കത്തി കൊണ്ടാണ് കേട്ടോ മുറിച്ചത്. കത്തി കൊണ്ട് മണ്ണ് പകുതി നിറച്ച് വെച്ചിട്ടുണ്ട്, ഇനി നിറയ്ക്കാനുണ്ടതാ. അവിടെ ഇരിക്കുന്നൊരു ടയർ, ഈ ഇരിക്കുന്നൊരു ടയർ കരിയിലിട്ടിട്ടുണ്ട് ഇടയ്ക്കൂടെ മണ്ണിന് ഇളക്കം കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി മണ്ണ് ഇടാനുണ്ട് അതിനകത്ത്. അപ്പോൾ 2 ടയറും ഞാൻ തന്നെ ഈ കത്തി കൊണ്ട് മുറിച്ചു. നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ മുറിക്കാൻ. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുമെന്ന് വിചാരിച്ചല്ല, പക്ഷെ ഞാൻ മുറിച്ചു. അതിനകത്ത് എന്തെങ്കിലും നടണം, മണ്ണ് കുറേയും കൂടെ നിറച്ചിട്ട് കുറച്ച് വളവും കൂടെ ചേർത്തിട്ടിട്ട് എന്തെങ്കിലും നടണം. ഇത് മുറിക്കാൻ പോവാണ്. ഇതിങ്ങനെ വരഞ്ഞ് ഫസ്റ്റത്തെ ടയർ ഞാൻ റൗണ്ടിൽ കുറേ വരഞ്ഞ് വെച്ചിട്ടാണ് മുറിച്ചത്. 2ാമത്തെ ടയർ ഞാനിങ്ങനെ കുറച്ച് ഭാഗം ഇങ്ങനെ വരഞ്ഞ് കത്തി ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറിക്കഴിഞ്ഞപ്പോൾ റൗണ്ടിൽ മുറിച്ചിങ്ങനെ കൊണ്ടുവന്ന്. അപ്പോൾ അതുപോലെയാണ് ഇത് മുറിക്കാൻ നോക്കുന്നത്. അപ്പം മുറിക്കട്ടെ, എന്നിട്ട് കാണിച്ചു തരാം. നല്ല മൂർച്ചയുള്ള കത്തി വേണം കേട്ടോ. ചേട്ടായി മുമ്പൊക്കെ കട്ടറും കൊണ്ടായിരുന്നു മുറിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. കട്ടറെന്ന് വെച്ചാൽ മറ്റേ കുഞ്ഞ് കത്തി പോലത്തെ ഇല്ലേ, അതുകൊണ്ടാണ് മുറിച്ചുകൊണ്ടിരുന്നത്. ഞാൻ അതുകൊണ്ട് മുറിച്ചിട്ട് എനിക്ക് പറ്റുന്നില്ല, അപ്പം ഞാൻ പിന്നെ കത്തി എടുത്തു. അത് ഉള്ളിലേക്ക് ഇങ്ങനെ കയറി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ റൗണ്ടിലിങ്ങനെ മുറിച്ച് കൊണ്ടുവന്നാൽ മതി. ഈ ഭാഗം ഇട്ടു കേട്ടോ, കത്തി ഉള്ളിലേക്ക് കയറി. ഇനി ഇതിങ്ങനെ റൗണ്ടിലിങ്ങനെ മുറിച്ച് കൊണ്ടുവരണം. ഇങ്ങനെ മുറിച്ച് കൊണ്ടുവരണം. 2 കൈ ബലം പിടിച്ച് മുറിക്കണം കേട്ടോ. 2 കൈ കൊണ്ടും വേണം പിടിച്ച് മുറിക്കാൻ, എന്നാലേ ആ ഒറ്റ കൈ കൊണ്ട് ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ മുറിച്ച് റൗണ്ടിൽ കൊണ്ടുവരാം. മുറിച്ച് കഴിഞ്ഞ് കാണിക്കാം. ടയർ മറിച്ചെടുത്ത ചേട്ടായിയാണ് കേട്ടോ, മറിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ആദ്യമൊക്കെ ഫുള്ള് ടയർ മുറിച്ച് എടുത്തൊരു ചേട്ടായിയായിരുന്നു. മറിക്കാൻ ഞാൻ ചിലതിൻ്റെയൊക്കെ മറിക്കാൻ കൂടിയിട്ടുണ്ട്. അപ്പോൾ ആ 2 ടയർ ഞാൻ മുറിച്ച് വെച്ചു, ചേട്ടായി മറിച്ചെടുത്തു. കത്തി നല്ല ചൂടാവും കേട്ടോ, കത്തിയെ തൊട്ടാൽ കൈ പൊള്ളും. ടയറിങ്ങനെ മുറിച്ച് കത്തിയെ തൊടുമ്പോൾ നല്ല ചൂടായിട്ടായിരിക്കും ഇരിക്കുന്നത്, ഭയങ്കരമായിട്ട് ചൂടാവും. ഫസ്റ്റത്തെ ടയർ മുറിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ആദ്യമായിട്ട് മുറിക്കുന്നതുകൊണ്ട് ആദ്യത്തെ ടയർ മുറിച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് ഐഡിയ കിട്ടി. അപ്പോൾ 2ാമത്തെ ടയർ മുറിക്കാൻ കുറച്ചുകൂടി എളുപ്പമായി. അപ്പോൾ 3ാമത്തെ ടയർ മുറിക്കാൻ കുറച്ചും കൂടി എളുപ്പമായി. നല്ല ബലം പിടിക്കണം, കൈക്ക് നല്ല വേദനയാണ് മുറിച്ച് കഴിഞ്ഞാൽ.
പക്ഷെ എന്നെക്കൊണ്ട് മുറിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ പരിപാടിക്ക് നിൽക്കുന്നത്. മുറിച്ചു. ഇതിനകത്ത് മണ്ണ് നിറയ്ക്കലൊരു പണിയാണ്. കുറേ മണ്ണ് വേണം കേട്ടോ ഇതിനകത്ത് നിറയ്ക്കണമെങ്കിൽ. ഒത്തിരി മണ്ണ് വേണം. ഇവിടെ കുറച്ച് മണ്ണ് കിടപ്പുണ്ട്, അതിനകത്ത് ഞാൻ എടുത്ത് നിറയ്ക്കുന്നത്. എൻ്റെ ടയറിൽ ചെടി നിൽക്കുന്നത്. ഞാൻ ഇടയ്ക്ക് ടയറിൽ ചീര പാകാറുണ്ട്, വഴുതന നടാറുണ്ട്. ചീരയൊക്കെ പാകിക്കഴിഞ്ഞാൽ നന്നായിട്ടുണ്ടാവും കേട്ടോ. വഴുതന എല്ലാം നന്നായിട്ടുണ്ടാവും. ടയറിൽ അത്യാവശ്യം മണ്ണ് നന്നായിട്ടുള്ളതുകൊണ്ട് നന്നായിട്ടുണ്ടാവും. പിന്നെ ചെടി നടാം. ടയറിൻ്റെ പുറത്ത് സ്പ്രേ പെയിൻറ്റ് അടിച്ചതാണ്. ചെടി നന്നായിട്ട് തഴച്ച് വരും ടയറിൽ നടുമ്പോൾ. ചട്ടിക്കകത്ത് അത്രയും ആവത്തില്ല, ചട്ടിയിൽ കുറച്ച് മണ്ണല്ലേ കൊടുത്തുള്ളൂ. അതുകൊണ്ട് എന്താ ചട്ടി ഇരിക്കുന്നത്. അതിൽ നടുന്നതിനേക്കഴിഞ്ഞ് നല്ലത് ടയർ, ഇതുപോലെ ടയർ ഉണ്ടെങ്കിൽ അതിനകത്ത് നടന്നാൽ നല്ലത്, അടിപൊളിയായിട്ടുണ്ടാവും. പെയിൻ്റ് അടിച്ചെല്ലാം പോയി, മഴ പെയ്ത് ചെളി പായലൊക്കെ. മാച്ചോടന്ന് ഉറങ്ങുമായിരുന്നു. നാല് ടയർ മുറിച്ചു. ടയറിലൊക്കെ മണ്ണ് നിറച്ച് നട്ടു കേട്ടോ. കുളംകര കഴിച്ചു. കുളംകര കഴിച്ചു കഴിഞ്ഞിട്ട് കുളം കര കുളം കര പോയി ചോറിനടാ.
ഇതിനകത്ത് ചീര പാകിയിട്ടുണ്ട്. ചീര മുളയ്ക്കുവാണെങ്കിൽ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. അടഞ്ഞ മഴയായതുകൊണ്ട് ഇവിടെയൊക്കെ ഫുള്ള് കാട് കയറിയായിരുന്നു കേട്ടോ. ഇവിടെയൊക്കെ പുല്ല് പിടിപ്പിച്ചതായിരുന്നു കേട്ടോ. പുല്ലെല്ലാം കാട് കയറിയിട്ട് പുല്ലൊക്കെ പിടിപ്പിച്ചെല്ലാം പോയി കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഫുള്ള് കത്രിക വെച്ച് എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പം ഇപ്പോൾ ചേട്ടായി അത് ചെത്തിക്കൊണ്ടിരിക്കുകയാണ് പുല്ല്. അതാ അവിടെയൊക്കെ പുല്ല് ചെത്തൽ കഴിഞ്ഞു.